കുവൈത്ത് സന്ദർശകരുടെ ഇഷ്ടസ്ഥലമായി ഒമാൻ 17.2% വർധന. അന്താരാഷ്ട്ര സഹകരണം ശക്തമാക്കാൻ ഒമാനും യൂണിസെഫും. CBSE +2 പുനർമൂല്യനിർണ്ണയ അപേക്ഷ ജൂൺ 6 അവസാനിക്കും. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. കുവൈത്തിൽ നിന്നുള്ള സഞ്ചാരികളുടെ ഇഷ്ട സഞ്ചാര കേന്ദ്രമായി ഒമാൻ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒമാനിലേക്കുള്ള കുവൈത്ത് സന്ദർശകരുടെ എണ്ണം 17.2% വർദ്ധിച്ചതായി കുവൈത്തിലെ ഒമാൻ അംബാസിഡർ ഡോക്ടർ സാലിഹ് അൽ കറൂസി അറിയിച്ചു. ഗരീഫ് ദോഫ ടൂറിസം സീസണിനോടനുബന്ധിച്ച കുവൈത്തിൽ നടന്ന പ്രചാരണ പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. 2025 ഒമാൻ സന്ദർശിച്ചവരുടെ എണ്ണം 10 ലക്ഷത്തിലധികമായി ഉയർന്നു. UAE, സൗദി അറേബ്യ എന്നിവയ്ക്ക് ശേഷം സന്ദർശകരിൽ 3-ാം സ്ഥാനം കുവൈത്തിൽ നിന്നാണ്. ജൂൺ 21 മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന ദോഫാർ ഗരീഫ് സീസൺ ഗൾഫ് മേഖലയിലെ വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടൊപ്പം ജസീറ എയർവേസ് ആഴ്ചയിൽ 14-ലധികം സർവീസുകളും കുവൈത്ത് എയർവേസ് ആഴ്ചയിൽ 4 സർവീസുകളും സലാലിലേക്ക് നടത്തുമെന്ന് അറിയിച്ചു. ടൂറിസം മേഖലയിൽ $4.5 ബില്യൺ നിക്ഷേപിച്ച കുവൈത്ത് ഒമാന്റെ 3-ാമത്തെ വലിയ വിദേശ നിക്ഷേപ രാജ്യമാണെന്ന് അംബാസിഡർ വ്യക്തമാക്കി. ദോഫാർ സീസണിലെ ടൂറിസം പാക്കേജുകളും പ്രമോഷനുകളും വിപുലമായ രീതിയിൽ കുവൈത്ത് വിപണിയിൽ അവതരിപ്പിക്കുന്നതിനായാണ് ഇപ്പോഴത്തെ പ്രചാരണങ്ങൾ നടക്കുന്നത്. അന്താരാഷ്ട്ര മാനുഷിക വികസന പ്രവർത്തനങ്ങളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഒമാനും യൂണിസെഫും തമ്മിൽ ധാരണയായി. രാഷ്ട്രീയകാര്യ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഖലീഫ അൽ അലി ഹാർത്തിയും യൂണിസെഫിന്റെ പ്രൈവറ്റ് സെക്ടർ ഫണ്ട് റൈസിംഗ് ആൻഡ് പാർട്ണർഷിപ്പ് ഡിവിഷൻ ഡയറക്ടർ കർല ഹദ്ദാദ് മർദീനിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനം. സുസ്ഥിര വികസനവും മാനുഷിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തലത്തിലുള്ള ബഹുതല ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ ഒമാൻ സുൽത്താനേറ്റ് വഹിക്കുന്ന സുപ്രധാന പങ്കിനെ യോഗം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലെ ഒമാന്റെ സ്ഥിരം പ്രതിനിധി ഒമർ സയ്യിദ്, ഒമാനിലെ യൂണിസെഫ് പ്രതിനിധി സുമൈറ ചൗധരി എന്നിവരും ഇരുപക്ഷത്തെയും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഫലത്തിന് ശേഷമുള്ള മാർക്ക് പുനർമൂല്യനിർണ്ണയത്തിനും ഉത്തരക്കടലാസ് പരിശോധനയ്ക്കുമുള്ള അപേക്ഷാ തീയതി ജൂൺ 6 അവസാനിക്കും. മാർക്കുകളിൽ സംശയമുള്ള വിദ്യാർത്ഥികൾക്ക് സ്കാൻ ചെയ്ത് ഉത്തരക്കടലാസ് പരിശോധിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം. CBSE ബോർഡിന്റെ ഓൺസ്ക്രീൻ മാർക്കിംഗ് മൂല്യനിർണ്ണയ രീതിക്കെതിരെ വ്യാപക പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ പുനർമൂല്യനിർണ്ണയ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നത്. ഇതിനകം തങ്ങളുടെ സ്കാൻ ചെയ്ത ഉത്തരക്കടലാസിന്റെ പകർപ്പ് കൈപ്പറ്റിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. ഒമാൻ പോലെയുള്ള വിദേശ രാജ്യങ്ങളിലെ സ്കൂളുകൾ അപേക്ഷകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളുടെ പാസ്പോർട്ട് വിവരങ്ങളോ റെസിഡൻസ് ഐഡിയോ അല്ലെങ്കിൽ സ്കൂളിന്റെ ഔദ്യോഗിക ലോഗിൻ വിവരങ്ങളോ രേഖപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്. ഓഫ്ലൈൻ അപേക്ഷകൾ സ്വീകരിക്കില്ല. ഉത്തരക്കടലാസ് പരിശോധനയിലൂടെ സ്കാൻ ചെയ്ത കോപ്പികളിൽ പേജുകൾ നഷ്ടപ്പെടൽ, വ്യക്തമല്ലാത്ത പേജുകൾ, മാപ്പുകളോ ഗ്രാഫുകളോ വിട്ടുപോകൽ, ചോദ്യപേപ്പർ സെറ്റിലെ വ്യത്യാസം, മൂല്യനിർണ്ണയത്തിലെ അപാധകൾ എന്നിവ വിദ്യാർത്ഥികൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഒരു വിദ്യാർത്ഥിക്ക് ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാനാകൂ, എന്നാൽ ഒന്നിലധികം വിഷയങ്ങൾ ഉൾപ്പെടുത്താം. ഓരോ ഉത്തരക്കടലാസ് പരിശോധിക്കുന്നതിന് 100 രൂപയും ഓരോ ചോദ്യ പുനർമൂല്യനിർണ്ണയത്തിന് 25 രൂപയും ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈൻ ആയിരിക്കും. പുനർമൂല്യനിർണ്ണയത്തിന് ശേഷം ലഭിക്കുന്ന മാർക്ക് അന്തിമമായിരിക്കും. പഴയതോ പുതുതോ എന്ന തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കില്ലെന്നും ബോർഡ് വ്യക്തമാക്കി. നിശ്ചിത സമയപരിധിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുകയില്ലെന്നും CBSE ബോർഡ് അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയായ പ്രവാസിയെ ഒമാനിലെ ഇസ്കിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എടക്കാട് KUP സ്കൂളിന് സമീപം പടിക്കൽ വീട്ടിൽ ജനാർദ്ദൻ നിർമ്മല ദമ്പതികളുടെ മകൻ ജിജേഷ് ആണ് മരിച്ചത്. ഇസ്കിയിലെ ഓട്ടോ ഗാരേജിൽ ജോലി ചെയ്തു വരികയായിരുന്നു. താമസ സ്ഥലത്തെ കുളിമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർ നടപടികൾക്കായി മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.